സന്ദീപ് വാര്യർ RSSകാരനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ഒരു RSSകാരന് ഒരിക്കലും ഒരു കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. RSSനോടൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ബൈ പറഞ്ഞിറങ്ങാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു RSSകാരൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് വിശ്വസിച്ച കോൺഗ്രസ്സുകാരെ പറഞ്ഞാൽ മതി. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനായിട്ട് RSSന്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് കോൺഗ്രസിലെത്തിയിരിക്കുന്ന വ്യക്തി തന്നെയാണ് സന്ദീപ് വാര്യർ. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കോൺഗ്രസിൽ നിന്നൊരു രക്തസാക്ഷി പരിവേഷമൊക്കെ അണിഞ്ഞ് ശശി തരൂരിൻ്റെയൊക്കെ നേതൃത്വത്തിൽ BJP താവളത്തിലേക്ക് എത്തിച്ചേരും. ശുദ്ധീകരണം ആരംഭിക്കണം കോൺഗ്രസ്. ഒരു RSSകാരന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേട് കോൺഗ്രസിനുണ്ടോ? നമസ്കാരം. ഈ സന്ദീപ് വാര്യർക്ക് RSS ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? സന്ദീപ് വാര്യർ RSSകാരനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ഒരു RSSകാരന് ഒരിക്കലും ഒരു കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. കോൺഗ്രസിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, ഇവരൊക്കെ ഒരു കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആകെ കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെയാണ്. അതായത് ജസ്റ്റ് ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് 2-3 പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ ഷർട്ട് ഒന്ന് കീറിയ ഷർട്ട് എടുത്തിടുക, അല്ലെങ്കിൽ പുതിയ ഷർട്ടാണെങ്കിലും അവിടെ ബ്ലേഡ് കൊണ്ടൊന്ന് വരയുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ നാടകങ്ങളും ഒക്കെ മാത്രമേ ഈ കോൺഗ്രസ് കുടുംബത്തിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ പുതിയ തലമുറയിലെ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് പാരമ്പര്യം പേറുന്ന ആളുകളെ മുഴുവൻ അടിച്ചമർത്തി അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ അവരെ എല്ലാം ഈ രാജ്യത്തു നിന്ന് തന്നെ നാടുകടത്തി എന്ന് പറയാം. അതിനുശേഷം ഇങ്ങനെയുള്ള കുറേ കൊടും ക്രിമിനലുകളുടെ കൈകളിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. സന്ദീപ് വാര്യർ കൊടും ക്രിമിനലാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിട്ട് സന്ദീപ് വാര്യരെ ഒരു കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് RSS കോൺഗ്രസിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നത്. അത് സന്ദീപ് വാര്യർ എങ്ങനെയാണ് വരുന്നത്? സന്ദീപ് വാര്യർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ, അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടുള്ള പ്രചരണ വേദികളിൽ സജീവമായിരുന്നു. അപ്പോൾ ഏതോ ഒരു പ്രചരണ വേദിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കസേര ഇരിക്കാൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പതിറ്റാണ്ടുകളായി വിശ്വസിച്ചിരുന്ന ആശയത്തെയും പ്രസ്ഥാനത്തെയും ഒക്കെ വിട്ട് കോൺഗ്രസിൽ എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിൻ്റെ ദൃഢത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, RSSനോടൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ബൈ പറഞ്ഞിറങ്ങാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. RSSൻ്റെ ആശയ അടിത്തറ എന്ന് പറയുന്നത്, അതിനോടൊക്കെ എതിർപ്പുള്ള ഒരുപാട് പേരുണ്ട്, നമുക്കുൾപ്പെടെ എതിർപ്പുകളുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഒരു ആശയ അടിത്തറ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ശക്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു RSSകാരൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് വിശ്വസിച്ച കോൺഗ്രസ്സുകാരെ പറഞ്ഞാൽ മതി. വേറെ ആരും പറയേണ്ട ആവശ്യമില്ല, കോൺഗ്രസ്സുകാരെ പറഞ്ഞാൽ മതി. അതും UDF കോൺഗ്രസോ ഇനി കേരളത്തിൽ എന്തെങ്കിലും അധികാരത്തിൽ വരുമെന്ന് പോലും പ്രതീക്ഷയില്ലാതെ, അത് ത്രിശങ്കുവിലാണ് നിൽക്കുന്നത്. 2026 ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ത്രിശങ്കുവിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഈ സന്ദീപ് വാര്യർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ ഇനി നമ്മൾ വിലയിരുത്താതെ പോകാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഇന്നലെ നടന്നിരിക്കുന്ന ഒരു സംഭവം, ആ സംഭവം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ആരും കാണിക്കാത്ത രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വരത്തക്ക രീതിയിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ട് സന്ദീപ് വാര്യർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനായിട്ട് RSSന്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് കോൺഗ്രസിലെത്തിയിരിക്കുന്ന വ്യക്തി തന്നെയാണ് സന്ദീപ് വാര്യർ. അതിലൊരു തർക്കവും വേണ്ട. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസത്തെയും ഒന്ന് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരാകുന്ന അല്ലെങ്കിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുള്ള വ്യക്തി RSSകാരനാണ്. അത് കൂടാതെ തന്നെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സണായിട്ടുള്ള വ്യക്തി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പറയും, ഒരു BJP-കാരത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നത് വലിയ കാര്യമല്ലേ എന്ന്. അല്ല, കാരണം ശ്യാമള എന്ന് പറയുന്ന ആ ഒരു ചെയർപേഴ്സന്റെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ശ്യാമള ശശിധരന്റെ കൂട്ടത്തിൽ BJP-യെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ RSSനെ സംബന്ധിച്ചിട്ട് അവർ വലിയൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയം
ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് പോകണ്ട എന്നൊരു തീരുമാനം എന്തുകൊണ്ടാണ് BJP എടുത്തിരിക്കുന്നത്? കോൺഗ്രസിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒപ്പം നിൽക്കാനായിട്ട്, അതായത് ഇപ്പോഴും രാഹുലേട്ടൻ തങ്ങൾക്ക് ദൈവമാണ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. കുറെ സൈബർ പടയുണ്ട്. അവരൊരു പക്ഷേ മുഖമുള്ളവരാണോ, അവർ ജീവനോടെ ഉള്ളവരാണോ, അതോ ഒരാൾ തന്നെ 1000 പേരായി അവതരിക്കുന്നതാണോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഒരു കൂട്ടത്തെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള RSSന്റെ ഒരു നീക്കമാണിത്. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കോൺഗ്രസിൽ നിന്നൊരു രക്തസാക്ഷി പരിവേഷമൊക്കെ അണിഞ്ഞ് ശശി തരൂരിൻ്റെയൊക്കെ നേതൃത്വത്തിൽ BJP താവളത്തിലേക്ക് എത്തിച്ചേരും. ആ കൂടെ ആരും പോകും? ഈ പറയുന്ന സന്ദീപ് വാര്യരും തിരിച്ചു പോകും. എല്ലാ പാർട്ടിക്കകത്തും ഗ്രൂപ്പുകളുണ്ടെന്നേ. BJPക്കകത്ത് ഗ്രൂപ്പുണ്ട്. 10 പേരുള്ള ഒരു പാർട്ടിയിൽ പോലും കേരളത്തിൽ നിന്ന് ഗ്രൂപ്പുണ്ട്. 10 ഗ്രൂപ്പുകളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതൊരു പ്രസ്ഥാനത്തിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. നമുക്കൊരു കാര്യം തീർത്തു പറയാനായിട്ട് സാധിക്കും. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിനകത്തേക്ക് വന്നിരിക്കുന്നത് കോൺഗ്രസിലെ 1% വരുന്ന ആളുകളെയെങ്കിലും കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം അതല്ലെങ്കിൽ ശശി തരൂരിനോടൊപ്പം വീണ്ടും BJP പാളയത്തിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ്. സന്ദീപ് വാര്യർക്ക് ഒരിക്കലും കോൺഗ്രസ് ആശയങ്ങളുമായിട്ട് യോജിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നലെ വരെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് വരാനായിട്ട് സന്ദീപ് വാര്യർക്ക് സാധിക്കുമോ? അതിങ്ങനെ മനസ്സിൽ കിടക്കുമല്ലേ. ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം താൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര വൃത്തികേടായിട്ടുള്ള കാര്യങ്ങൾ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ അത് വായിക്കുന്നത് നമ്മൾ കേട്ടതല്ലേ. അത് വീണ്ടും കേരളത്തെ ഓർമ്മിപ്പിച്ച് തന്നിരിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് വീണ്ടും വക്താവാക്കുന്നു, KPCC ജനറൽ സെക്രട്ടറി ആക്കുന്നു. ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസിന് വേണ്ടി വെള്ളം കോരി എത്രയോ ആളുകളുണ്ട്. ശുദ്ധീകരണം ആരംഭിക്കണം കോൺഗ്രസ്. ഒരു RSSകാരന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേട് കോൺഗ്രസിനുണ്ടോ? സന്ദീപ് വാര്യർ RSSന്റെ ഏജന്റാണ്. കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തിയാണ്. രാഹുൽ ഈശ്വർ എന്ന കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളാണോ? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഘോരഘോരം വാദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ ഘോരഘോരം വാദിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ പശ്ചാത്തലം എന്താണ്? രാഹുൽ ഈശ്വർ ഇതിനു മുമ്പ് നരേന്ദ്രമോദി എത്രത്തോളം തുതിച്ചുകൊണ്ടിരുന്നതാണ്. RSSന്റെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടം, ഈ സന്ദീപ് വാര്യർ, രാഹുൽ മാങ്കൂട്ടം ഒക്കെ ഒരു വർഗീയവാദിയാണ് എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. അയാളെ സംബന്ധിച്ച് അയാളൊരു സൈക്കോപാത്തായിരുന്നു, ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളായിരുന്നു. അയാൾ വല്ല മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിട്ടിരിക്കേണ്ട ഒരു വ്യക്തിയെ പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി എന്നതിന്റെ പ്രശ്നം മാത്രമാണ് കോൺഗ്രസ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് കോൺഗ്രസിനകത്തൊരു ഭൂരിപക്ഷ സമുദായ ധ്രുവീകരണം നടത്തി ആ ഒരു പറ്റം ആളുകളെയും കൂട്ടിക്കൊണ്ട് BJPയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു RSS ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സംശയമൊന്നും വേണ്ട. കോൺഗ്രസിനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ആ ഒരു അതിജീവിതയുടെ, ആ ഇരയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റം സന്ദീപ് വാര്യരിൽ നിന്നുണ്ടാവത്തില്ലായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ ഇനിയെങ്കിലും ചെയ്യേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. സന്ദീപ് വാര്യരെ രാഷ്ട്രീയ വനവാസത്തിന് പറഞ്ഞയക്കുകയാണ് ചെയ്യേണ്ടത്. ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാകണമെന്നേ. സണ്ണി ജോസഫ് ഒക്കെ ഇന്നലെ വീക്ഷണം പത്രത്തിനെതിരെ പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് വാര്യർക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കോൺഗ്രസിനകത്ത് ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ട്. പുതിയ പുതിയ ചെറുപ്പക്കാർ ഓരോ ദിവസവും ഉയർന്നുയർന്നു വരും. അവരെയൊക്കെ അടിച്ച് താഴ്ത്തിയിട്ടിരിക്കുന്ന ആളുകളായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ. ഈ കളകൾ അങ്ങോട്ട് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ മനോഹരമായൊരു തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കും. അതാണ് ചെയ്യേണ്ടത്. ഈ കളകൾ അടിയിൽ കിടക്കുന്ന നല്ല വിത്തുകൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനകത്തെ നന്മകളെ കാണാതെ ഈ കണ്ട തെമ്മാടികളുടെയും പെണ്ണുപിടിയന്മാരുടെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകരുത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത് വെച്ചാൽ സന്ദീപ് വാര്യർ RSSന്റെ ഏജന്റ് തന്നെയാണ്. അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ പറയുന്ന പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ലീഡ് ചെയ്യത്തില്ലായിരുന്നു. സന്ദീപ് വാര്യരൊന്നും അത്ര ജനകീയനൊന്നുമല്ല. സന്ദീപ് വാര്യർ വിചാരിച്ചാലൊന്നും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ലീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് RSSന്റെ പിന്തുണയാണ്. നമ്മളൊക്കെ കാണാതെ ഒളിഞ്ഞിരിക്കുന്ന മുഖങ്ങളുണ്ടല്ലോ, ഈ മുഖങ്ങളുടെയൊക്കെ പിറകിൽ
RSS ആണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോളൂ, ഇത് നാളെയോ മറ്റു ദിവസങ്ങളിലൊക്കെ ആയിട്ട് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാർക്കുമെതിരെ ശക്തമായ ആരോപണങ്ങളുമായിട്ട് BJP രംഗത്ത് വരും. ആ BJP രംഗത്ത് വരാൻ കാരണം എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് വാര്യരും കൂടെ ഒറ്റുകൊടുക്കുന്നതാണ് ആ നേതാക്കന്മാരെ. കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കുമെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വരും. കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരും. ഈ ആരോപണങ്ങളുടെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് വാര്യരുമാണ്. ഇവർ കൃത്യമായിട്ടൊരു RSSന്റെ അജണ്ട നടപ്പിലാക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ സന്ദീപ് വാര്യരുടെ ഈ ദുഷ്ടലാക്ക് ഒരുപക്ഷെ കണ്ടു എന്ന് വരത്തില്ല, അറിയത്തില്ലായിരിക്കാം ഒരുപക്ഷെ. എങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് ഈ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ആളാണ്. RSSന്റെ ഏജന്റാണ്. അത് ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്, UDFന്റെ നേതാക്കന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ വലിയ അപകടങ്ങളാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കിട്ടിയൊക്കെ വന്ന് പറഞ്ഞേക്കാം, കോൺഗ്രസിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിയുള്ളത്. കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെ നിങ്ങൾ നോക്കണ്ട, ഞങ്ങളും കൂടെ നോക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ പ്രസ്ഥാനമാണ്, ഈ നാട്ടിലെ ദേശീയത ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയും. കോൺഗ്രസ് ശക്തമായ കരങ്ങളിലാണ് ഇരിക്കേണ്ടത്. അതല്ലാതെ ഇതുപോലെയുള്ള സ്ത്രീ പീഡകരുടെയും കൊടും ക്രിമിനലുകളുടെയും സന്ദീപ് വാര്യരുടെ ചരിത്രത്തിലേക്കൊന്നും കഥപറച്ചിലുകളിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകരുത്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മാന്യമായ പൊളിറ്റിക്സിനെ എപ്പോഴും നമ്മൾ അംഗീകരിക്കും. മറിച്ച് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടുപോയി RSSന്റെ തൊഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അതിനെ ചെറുക്കാൻ വേണ്ടി തയ്യാറാവണം. ഇന്ന് സന്ദീപ് വാര്യരെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന, ആനയിച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ നാളെ സന്ദീപ് വാര്യരെ ചെരുപ്പുമാല ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും, സന്ദീപ് വാര്യർ RSSന്റെ ഏജന്റ് തന്നെയാണ്. അയാളെ ഇനിയും ഇതേ രീതിയിൽ കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സർവനാശം കണ്ടിട്ട് ഈ സന്ദീപ് വാര്യർ പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.